ഡൽഹിയിൽ ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ലഞ്ച് കൊണ്ടുപോകാതെ പോകുന്ന ദിവസങ്ങളിൽ പുറത്ത് ഒരു ഡാബയിൽ നിന്ന് തവ പുലാവ് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൻ്റെ ടേസ്റ്റ്. അതുപോലെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നാ നോക്കിയാലോ. ജീര റൈസ് കഴുകി വെള്ളത്തിൽ 20 മിനിറ്റ് ഇട്ട് വെച്ചതാണ്. എന്നിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ആ കൂട്ടത്തിൽ ഞാൻ കുറച്ച് സോയാബോളും ഒരു പൊട്ടാറ്റോയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്നിട്ട് കാശ്മീരി ചില്ലിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. എൻ്റെ ഈ തവയിൽ ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്കതിന് പകരം ചട്ടിയായാലോ? അപ്പോൾ തവ പുലാവിന് പകരം ചട്ടിപ്പുലാവാക്കാം. ഓക്കെ. ബട്ടറാണ് സാധാരണ എല്ലാവരും എടുക്കുന്നത്, പക്ഷേ ഞാൻ എണ്ണയാണ് ഉപയോഗിച്ചത്. വെജിറ്റബിൾ ഒന്ന് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കാശ്മീരി ചില്ലി ഇവിടെ കുറച്ചും കൂടി എടുത്തായിരുന്നേ, ഇനിയൊന്നും കളർ വന്നില്ലെങ്കിലോ എന്നോർത്ത്. പാവഭാജി മസാലപ്പൊടിയൊക്കെയാണ് എല്ലാവരും ചേർക്കുന്നത്. അത് നമുക്ക് ചിക്കൻ മസാല ഉണ്ടല്ലോ, പിന്നെന്താ വേറെ അല്ലേ. എന്നിട്ട് അരച്ച് വെച്ചതൊക്കെ ഒന്ന് ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം, ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച മസാലപ്പൊടികളെല്ലാം ഒന്ന് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഓക്കെ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പെരുംജീരകപ്പൊടിയും കുരുമുളക് പൊടിയും വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നാരങ്ങ നീരും പിന്നെ മല്ലിയിലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. സൈഡ് ഡിഷായിട്ട് നമുക്ക് തൈര് ഒരുപാട് നല്ലതായിരിക്കും കഴിക്കാൻ. തൈര് ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് സാലഡ് യൂസ് ചെയ്തു. എന്തായാലും ആ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും ഈ ഉണ്ടാക്കിയ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. സ്പൈസി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി.